السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ദാറുൽ മആരിഫിൻ്റെ കലാവസന്തമായ സൈങ്കസിൻ്റെ മഹത്തായ വേദിയിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. സർവശക്തനാമുഖമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അഖ്ലാഖുൻ നബി, സമ്പൂർണ്ണ ദുരാവിഷ്കാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് ചിലത് സംസാരിക്കാം. ക്രിസ്താബ്ദ വർഷം 571 ഏപ്രിൽ 20 മക്കയിൽ ജനിക്കുകയും 634 ജൂൺ 7 മദീനയിൽ വഫാത്താകുകയും ചെയ്ത അന്ത്യപ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം 63 വർഷത്തെ ജീവിതകാലത്തിലൂടെ ലോക ജനതയ്ക്ക് സ്വഭാവ ഭംഗിയെ മാതൃകയാക്കുവാൻ തിരുനബിക്ക് കഴിഞ്ഞു. തെരുവിൽ ഭാണ്ഡം താങ്ങുവാൻ പ്രയാസപ്പെടുന്ന സ്ത്രീയുടെ ഭാണ്ഡം സ്വന്തം ചുമലിലേക്ക് വെച്ച് വീട്ടിലെത്തിച്ചു കൊടുത്ത പ്രവാചകർ സ്വഭാവ ഭംഗിയെ വ്യക്തമാക്കുകയായിരുന്നു. അബൂജഹലിന്റെ ധിക്കാരിക്ക് കണം കൊടുത്ത പൈസ തിരികെ നൽകാതെ ഒരു വ്യക്തി വിഷമിക്കുണ്ടെന്നറിഞ്ഞപ്പോൾ സധൈര്യം അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്ന് പ്രസ്തുത വ്യക്തിക്ക് പണം മേടിച്ചു കൊടുത്ത പ്രവാചകർ കരുണയുടെ പാഠം നുകരുകയായിരുന്നു. മുഅത്തദ് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും അനുചരുടെയും സമീപത്തേക്ക് വെള്ളപാത്രം നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, അടുത്തുള്ളവർക്ക് നൽകൂ എന്ന് പറയുന്ന സഹോദര സേവന നിരയുടെ സുമോഹന ശിഷ്യ സംഘത്തെയായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്തിരുന്നത്. അയൽവാസിയുടെ ചൂടും ചുമരും അറിയാതെ വീടിന് ചുറ്റും പടുങ്കൂറ്റിന് മതിലുകൾ കെട്ടിയുയർത്തി അതിലൊതുങ്ങിക്കൂടുന്ന ഈ ആധുനിക കാലത്ത് അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനെ നീ പരിഗണിക്കുക എന്ന് പറയുന്ന പ്രവാചക അധ്യാപനം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയെ ചൂണ്ടിക്കാണിക്കുന്നതിനൊന്നായിരുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വരൻ പവിത്രപുത്രനോ കരുണവാൻ നബി തിരുരത്നമോ തിരുനബി ദർശന പഠനം വിധേയമാക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണിവ. ഹന്തക്കിന്റെ രണഭൂമിയിൽ പണിയായ യുദ്ധങ്ങളുമേന്തി മുസ്ലിം സൈന്യത്തിന് നേതൃത്വം നൽകുന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്കുള്ള യാത്രയിൽ സ്വന്തം കുതിരപ്പുറത്ത് തന്റെ അനുയായികളെ എടുത്ത് കാൽനടയായി വന്ന പ്രവാചകർ അറബിയാന്തരമായ അനേകം അമുസ്ലിം ഗവേഷണങ്ങളുടെയും ചിന്തകരുടെയും എഴുത്തുകാരുടെയും പഠനം ഇതിനകം ശ്രദ്ധേയമാണ്. പ്രശസ്ത ജർമ്മൻ കവി യുഹാൻ ബുൾഹോക്കിയിലൊന്നും പറയുന്നത് ഇപ്രകാരം: മനുഷ്യരിൽ മാന്ത്രിക യോഗ്യരായ ഒരാളെ ഞാൻ ലോക ജനതയ്ക്കിടയിൽ പരിധി നോക്കി, എങ്കിൽ എനിക്ക് കാണുവാനായത് അറബിയായ പ്രവാചകനെയായിരുന്നു. ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞൻ ലോ മാർട്ടിന്റെ മൊഴി ഇപ്രകാരം: എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ കാര്യം എന്നുള്ളത് തിരുനബിയുടെ ജീവിതം നന്നായി പഠിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രബന്ധങ്ങളും ജേണലുകളും നമുക്ക് മുന്നിലുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നാം പഠിക്കുവാൻ സന്നദ്ധരാവേണ്ടതുണ്ട്. ആത്മീകവും ധാർമ്മികവും വളർച്ച കൊയിച്ചു കൂടാവാനാത്തതും കൂടിയുള്ളതാണത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.